നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. പക്ഷെ ശരിയാണോ? ചിലരുടെ കാര്യത്തിൽ ശരിയായിരിക്കും കേട്ടോ, ചിലരുടെ കാര്യത്തിൽ അത് ശരിയാകാൻ സാധ്യത കുറവാണ്. ചിലരെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരുടെ ചിരിയും അവരുടെ നടപ്പും എടുപ്പും എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ആ കൊള്ളാലോ എന്നിങ്ങനെ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും അല്ലേ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോടൊരു മടുപ്പ് അല്ലെ ഒരു വെറുപ്പ് തോന്നുന്ന സ്വഭാവമായിരിക്കും അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പം അത് തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെ കുറിച്ച് ഈ പഠനങ്ങളിൽ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴേ അയാളുടെ വസ്ത്രധാരണ രീതി, അതായത് വലിയ വില കൂടിയ വസ്ത്രങ്ങളൊന്നും അല്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വസ്ത്രധാരണം അയാൾക്കുണ്ടായിരിക്കും. അതേപോലെ ഒരു പുഞ്ചിരിച്ച മുഖത്തോടെ ആയിരിക്കും അയാൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഒരു സന്തോഷമൊക്കെ അവരുടെ മുഖത്ത് കാണും. പിന്നെയുള്ളത് കണ്ണിൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. തുറിച്ചു നോട്ടം അല്ലാട്ടോ, കണ്ണിൽ നോക്കി. അതായത് നമ്മൾ ഈ കണ്ണിൽ നോക്കി അതിനൊരു കാര്യം പറഞ്ഞുതരാം. കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയി നിന്നിട്ട് കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല കേട്ടോ. അതായത് ഒരു ഏകദേശം ഒരു അകലം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റും. അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പം ഇച്ചിരി അകന്ന് നിന്നിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി. അപ്പം നമുക്ക് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ സാധിക്കും. മുഖത്തെങ്കിലും നോക്കിയാൽ മതി, കണ്ണിൽ തന്നെ നോക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. മുഖത്തെങ്കിലും നോക്കി സംസാരിക്കുക. എനിക്ക് സാധിക്കില്ല കേട്ടോ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കാൻ. ഒരാളുടെ മുഖത്തൊക്കെ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ നിന്ന് സംസാരിക്കാം. ഇച്ചിരി ദൂരെ നിന്നാൽ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. പിന്നെയുള്ള അയാളുടെ സംസാരം, അതായത് നമ്മൾ സെക്കൻഡുകളോ അല്ല മിനിറ്റുകൾ മാത്രമേ ഒരാളെ ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഇതുണ്ടാവുന്നുള്ളൂ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് അയാളോടൊരു സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ രീതികളോടൊരു ഒരു ബഹുമാനം ഒക്കെ നമുക്ക് തോന്നുന്നത്. അപ്പം ആ സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോടൊന്ന് ചെന്ന് മിണ്ടാം എന്നൊക്കെ തോന്നി നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക. നമ്മൾ ഇന്ന ആളാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്നാണ് വന്നെ, ഇന്ന പേര്, ഇന്ന ജോലി ചെയ്യുന്നു എന്ന് പറയാം. അവർക്കും പറയാനുള്ള ഒരു അനുവാദം നമ്മൾ കൊടുക്കുക. അതായത് അവരെന്നെ ആരാന്ന് അത്രയും മാത്രം മതി. അല്ലാണ്ട് നമ്മുടെ ഈ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ സർവ്വ കഥയും അവരെ പറഞ്ഞു കേൾപ്പിക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ പറയുന്ന ഒരു മോശമാണ് അത്. കാരണം നമ്മുടെ കഥയൊന്നും വല്ലവരോടും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. പിന്നെ അടുത്താണ് അവരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പറയേണ്ടത് നമ്മൾ എന്താ ജോലി എന്നൊക്കെ നമ്മൾ ചോദിച്ചല്ലോ. അത് കഴിയുമ്പോൾ അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറി കഴിയുമ്പോൾ അവരൊരു പുഞ്ചിരിയോടുകൂടി നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഒഴിവായി പോകുന്ന നമ്മൾ വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മളോട് ഒരു ഇംപ്രഷൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നെങ്കിൽ വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ തന്നിട്ട് ഒരു എന്ത് സഹായം ഉണ്ടെങ്കിലും നമ്മളോട് വിളിച്ചോളാനൊക്കെ പറയും നമ്മളിങ്ങ് പോന്നു കഴിയുമ്പോൾ ഒക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ എവിടെയെങ്കിലും ചെന്നൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കണവരെ ചിലരെ കണ്ടിട്ടില്ലേ? നമ്മൾ ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പായിട്ട് 2-3 പേര് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് അവർ ചിന്ത പോലുമില്ല. അങ്ങനെ കാണിക്കുന്നവരോട് ഒരു ഇംപ്രഷൻ നമുക്ക് തോന്നുകയില്ല. അതേപോലെ ചിലരുണ്ട് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചോ ഇങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നവരുണ്ട്. അവർക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെയുള്ളവരോട് ഒരു ഇംപ്രഷൻ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കുറവുകളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ ഇഷ്ടപ്പെടില്ല. കാരണം കാണുമ്പോൾ തന്നെ പറയും, ഇങ്ങനെ പറയും. കാണുന്ന ഏതെങ്കിലും ഒരു പരിപാടിക്കകത്തൊക്കെ ചെന്നെങ്കിൽ പറയും, എനിക്ക് ഈ പരിപാടി വന്നിട്ട് അവരുടെയൊക്കെ കാട്ടായം കാണുമ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ തോന്നുന്നില്ല, എനിക്ക് പോകാൻ തോന്നുക, ഇങ്ങനെയൊക്കെ കിടന്ന് പറയണവരുണ്ട്. അവരെയും നമ്മൾ ഒഴിവാക്കുക. അത് അവരോടൊരു ഇംപ്രഷൻ നമുക്കൊന്നും തോന്നില്ല. അതേപോലെ കല്യാണത്തിന് പെണ്ണ് കാണാനൊക്കെ പോകുമ്പം ഫസ്റ്റ് ഇംപ്രഷൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടൊക്കെ പോയി ചിലരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് കയറി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് നാൾ അവരുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ അവരുടെ സ്വഭാവം പെണ്ണുങ്ങളുടെ തന്നെ ആണുങ്ങളുടെ ഉണ്ട് കേട്ടോ, അവരുടെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും. അപ്പം നമ്മുടെ ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ വിലയിരിക്കുന്നത്?
അപ്പം അതവിടെ ചീറ്റിപ്പോയില്ലേ. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ കാമുകന്മാരുടെ ഇടയ്ക്കും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെങ്കൊച്ചിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകൊച്ചിനെ കാണുമ്പോൾ പെട്ടെന്ന് കയറി പ്രേമിക്കും. കുറച്ച് കഴിയുമ്പം അവരുടെ തനി ഗുണം മനസ്സിലാക്കി കഴിയുമ്പം അവരിട്ടിട്ട് പോകുന്നതും കാണാം നമുക്ക്. അപ്പം അതിലും ഒരു ഇതില്ല ഇല്ലേ. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ ഫസ്റ്റ് ഇംപ്രഷൻ ശരിയാകണം എന്നില്ല കേട്ടോ. എല്ലാ കാര്യത്തിലും ഒന്നും ശരിയാകണമെന്നില്ല. ചില കാര്യങ്ങളിൽ മാത്രം അത് ശരിയാകും, ചിലരുടെ കാര്യത്തിൽ മാത്രം. അതേപോലെ എന്നാ പറയണേ, എപ്പോഴും ഒരു ഭയങ്കര വാചകം അടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ പുള്ളിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇംപ്രഷൻ കാണിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതായത് അവരുടെ ഒറിജിനൽ അല്ല സ്വഭാവം, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ആളാണ്, എനിക്ക് ഭയങ്കര എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടണവരും ഉണ്ട്. അങ്ങനെയുള്ളവരെ ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ കാണിക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ സ്വഭാവമായിരിക്കണം. അല്ലാണ്ട് നമ്മൾ അതിനകത്തൊരു കാവട്യം മറച്ചു വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക. നമ്മുടെ ഉള്ളിലൊന്നും പുറമെ വേറൊന്നുമായിട്ട് കാണിക്കാതിരിക്കുക. നമുക്കുള്ള സ്വഭാവത്തെ അതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമുക്കില്ലാത്തൊരു സ്വഭാവത്തെ വെച്ച് കെട്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കാതിരിക്കുക. അതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ തനിനിറം നമുക്ക് പുറത്തു വരികയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാതിരിക്കുക. നമുക്കുള്ളത് മാത്രം, സത്യസന്ധമായിട്ടുള്ളത് മാത്രമേ കാണിക്കാവുള്ളൂ. അത് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, കള്ളത്തരങ്ങൾ മനസ്സിലാകണതിന് കുറച്ച് നാൾ അവരെ പരിചയപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും. പിന്നെ നമ്മളുണ്ട് ഒരാളെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചില നമുക്കെന്തെങ്കിലും അവർ കണ്ടു, നമ്മൾ പരിചയപ്പെട്ടു പോകുന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ചാടി പറയണ കേൾക്കാൻ പാടില്ലേ. അന്ന് നമ്മൾ പരിചയപ്പെട്ട ആളില്ലേ, അയാളോട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഈ കാര്യം നടക്കുമായിരിക്കും എന്ന് പറയില്ലേ. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന ചില വ്യക്തികളെ കുറിച്ചാണ് ഈ ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ച് പറയുന്നത്. അതായത് അവരെക്കുറിച്ച് നമുക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. പിന്നെ ഇവർ അധികം വാചാലമായിട്ട് സംസാരിക്കണവരായിരിക്കില്ല ഇവർ, ഈ ഫസ്റ്റ് ഇംപ്രഷൻ തോന്നുന്നവർ. അതായത് അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവരവരുടെ വഴിക്ക് പോകുന്ന സൈസ് സ്വഭാവം ഉള്ളവരായിരിക്കും. അതേപോലെ നമ്മൾ പോരുമ്പം എന്നാ പറയണേ, അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് ഒരു ചിരിയെ കൊടുത്ത് എന്നാൽ പോട്ടെ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിയും. ഇതുണ്ടല്ലോ മിനിറ്റുകളുടെ മാത്രം അല്ലെങ്കിൽ സെക്കൻഡുകളുടെ മാത്രം ഒരു ഐ കോണ്ടാക്റ്റിലൂടെയാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കണത് കേട്ടോ. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്നൊരു ഇത് മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെയൊക്കെ ആണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേ എന്ന്. ഇത് വിവാഹത്തിൽ വരാം, ഒരു കാമുകന്മാരുടെ ഇടയ്ക്ക് വരാം, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരാളെ കാണുമ്പോഴാകാം, അതേപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാകാം, എവിടെ വെച്ചും കാണുമ്പോൾ നമുക്ക് ഒരു ബഹുമാനം തോന്നുന്ന, നമുക്കൊരിഷ്ടം തോന്നുന്ന ഒത്തിരി വ്യക്തികളെ ഇങ്ങനെ കാണാൻ പറ്റില്ലേ. ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേ എന്ന്.